നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. 2022 എന്ന കലണ്ടർ വർഷത്തെ അവസാനത്തെ IPO എത്തിയിരിക്കുകയാണ്. സാഹ് പോളിമേഴ്സ് ലിമിറ്റഡ് എന്ന രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഇതൊരു പാക്കേജിംഗ് സൊല്യൂഷൻസ് നിർമ്മാണ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പോളിപ്രോപ്പിലീൻ എന്ന വസ്തു നിർമ്മിക്കുകയും അതിൻ്റെ മാർക്കറ്റിംഗ് നടത്തുകയും ചെയ്യുന്ന കമ്പനിയാണ് സാഹ് പോളിമേഴ്സ്. അതിൻ്റെ IPO 30-ാം തീയതി, ഡിസംബർ 30-ാം തീയതി ഓപ്പൺ ആയിട്ട് ജനുവരി 4-ാം തീയതി ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചെറിയൊരു തുക മാത്രമാണ് അവർ മാർക്കറ്റിൽ നിന്ന് സംഭരിക്കുന്നത്. അതായത് 66.3 കോടിയാണ് മാർക്കറ്റിൽ നിന്ന് ഈ കമ്പനി സ്വരൂപിക്കുന്നത്. അപ്പോൾ ഏകദേശം 1.02 ക്രോഴ്സ് ഓഹരികളാണ് മാർക്കറ്റിലേക്ക് കമ്പനി എത്തിക്കുന്നത്. ഈ കമ്പനിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സാഹ് പോളിമേഴ്സ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി ഉദയ്പൂരിൽ രാജസ്ഥാനിലാണ് രൂപം കൊണ്ടത് 1992-ൽ. ഇത് ഈ പാക്കേജിങ്ങിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പോളി എത്തലീനും പോളി പ്രോപ്പലൈനും അതുകൊണ്ടുണ്ടാക്കുന്ന വലിയ ചാക്കുകളും ബാഗുകളും മറ്റ് അത്തരത്തിലുള്ള വസ്തുക്കളും നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണിത്. കസ്റ്റമേഴ്സ് ആയിട്ടുള്ള വ്യവസായശാലകൾക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അളവുകളിലുള്ള പാക്കേജിംഗ് വസ്തുക്കൾ നിർമ്മിച്ചു നൽകുന്ന, കവറുകൾ നിർമ്മിച്ചു നൽകുന്ന അല്ലെങ്കിൽ ചാക്കുകൾ നിർമ്മിച്ചു നൽകുന്ന ഒരു രീതിയാണ് കമ്പനി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മിക്കവാറും എല്ലാ ഇൻഡസ്ട്രികൾക്കും ഇവരുടെ പാക്കേജിംഗ് ഉപകരണങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഡ്രഗ് ഇൻഡസ്ട്രി, സിമെൻറ്റ് ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ഫെർട്ടിലൈസർ എല്ലാം ചാക്കിലാണ്, പ്ലാസ്റ്റിക് ചാക്കുകളല്ലേ. ഫുഡ് പ്രോഡക്ട്സ്, അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, സെറാമിക്സ് ഇൻഡസ്ട്രി, സ്റ്റീൽ ഇൻഡസ്ട്രി, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വ്യവസായശാലകൾക്കും ഇവരുടെ പാക്കേജിംഗ് ഉപകരണങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് കമ്പനിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ അവരുടെ ഈ നിർമ്മാണ യൂണിറ്റിൽ പ്രതിവർഷം 3960 മെട്രിക് ടണ്ണാണ് ഉൽപാദന കപ്പാസിറ്റി എന്ന് പറയുന്നത്. കമ്പനിയുടെ ബിസിനസ്സിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കും. ഒന്ന് ഡൊമസ്റ്റിക് സെയിലാണ്, നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെയുള്ള ഏകദേശം ഒരു 6 സംസ്ഥാനങ്ങളിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തും സജീവമായിട്ടുള്ള സാന്നിധ്യം കമ്പനിക്കുണ്ട്. അത് കൂടാതെ എക്സ്പോർട്ടാണ്. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ 14ഓളം രാജ്യങ്ങളിലേക്ക് കമ്പനി അവരുടെ പ്രോഡക്ട്സ് കയറ്റി അയക്കുന്നുണ്ട്. അതിൽ അൾജീരിയ, ടോഗോ, ഘാന, പോളണ്ട്, പോർച്ചുഗൽ, ഫ്രാൻസ്, ഇറ്റലി, അതുപോലെ തന്നെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്, USA, ഓസ്ട്രേലിയ, UAE, പാലസ്റ്റൈൻ, UK, അയർലൻഡ്, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് ഇവരുടെ പ്രോഡക്ട്സ് കയറ്റി അയക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ 2022 വരുമാനം നോക്കുകയാണെങ്കിൽ അതിൽ 57.61% എക്സ്പോർട്ട് വഴി നേടിയിട്ടുള്ളതാണ്. സാഹ് പോളിമേഴ്സിൻ്റെ പ്രൊമോട്ടർ സാറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. അതിൻ്റെ കോർപ്പറേറ്റ് പ്രൊമോട്ടറാണുള്ളത്. അവരുടെ കൈവശമാണ് ഏകദേശം 92% ഓഹരികളും. ബാക്കി ഒരു 8% ഓഹരി എന്ന് പറയുന്നത് സാറ്റ് ഇൻവെസ്റ്റ് എന്ന് അതേ ഗ്രൂപ്പിൽ തന്നെ പെടുന്ന കമ്പനിയുടെ കൈവശമാണ്. അപ്പോൾ അവരുടെ കൈവശമാണ് 100% ഓഹരികളും ഇഷ്യൂവിന് മുമ്പ്. എന്നാൽ ഇഷ്യൂ കഴിയുമ്പോൾ ഇത് 60.46% മാറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ആസാദ് ദാവൂദ് എന്ന ഈ വ്യക്തിയാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. വളരെ യങ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രണറാണ്. വിദേശത്ത് നിന്നെല്ലാം മാനേജ്മെൻറ്റിൽ ബിരുദമൊക്കെ എടുത്തിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇതിൻ്റെ അമരക്കാരൻ. ഈ ഇഷ്യൂ വഴി സ്വരൂപിക്കുന്ന 66.3 കോടി രൂപയുണ്ടല്ലോ, അത് ഇവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് പുതിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് കൂടി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ട് FIBC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഇൻ്റർമീഡിയറ്റ് ബൾക്ക് കണ്ടെയ്നറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് യൂണിറ്റ് കൂടി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് വിനിയോഗിക്കുക. അത് കൂടാതെ ചില കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട്, ചില അഡ്വാൻസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, കമ്പനിയുടെ മാത്രമല്ല കമ്പനിയുടെ സബ്സിഡിയറിയുടെയും ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടും, പിന്നെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസ്, ഈ ഇഷ്യൂ മാനേജ് ചെയ്യുന്നതിനും മറ്റു ആവശ്യത്തിലേക്കൊക്കെ ഈ 66.3 കോടി വിനിയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇവിടെ കാണുന്നത്. അതായത് 2021 1.2 കോടിയായിരുന്ന നെറ്റ് പ്രോഫിറ്റ് 4.38 ഉയർന്നിട്ടുണ്ട് 2022 ആയപ്പോഴേക്കും. അത് അവരുടെ റവന്യൂ ആണെങ്കിൽ 2021 വെറും 55 കോടിയായിരുന്നത് 2022 ആയപ്പോഴത്തേക്ക് 80.51 crores ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതൊരു നല്ല വർധനവ് തന്നെയാണ്. അതേസമയം നമ്മൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കേണ്ടത് 2020 49 കോടി മാത്രമായിരുന്നു ഇവരുടെ റവന്യൂ. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് വെറും 30 ലക്ഷം രൂപയുമായിരുന്നു. അപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കമ്പനി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കമ്പനിയുടെ രജിസ്ട്രാർ. അതുപോലെ പാൻതോമത്ത് ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് ആണ് കമ്പനിയുടെ ലീഡ് മാനേജേഴ്സ്. സാ പോളിമേഴ്സിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഡിസംബർ 30 മുതൽ അടുത്ത ജനുവരി 4 വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 61 രൂപ മുതൽ 65 രൂപ വരെയാണ്. 1.02 കോടി ഓഹരികളാണ് ഇവർ വിറ്റഴിക്കുന്നത്. 66.3 കോടി രൂപയാണ് കമ്പനി അങ്ങനെ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളായിരിക്കും. 230 ഓഹരികളാണ് ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 13 ലോട്ട് വരെ ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 75% ഓഹരികളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനാണ് കമ്പനി നൽകുന്നത്. 15% HNIസിനും വെറും 10% മാത്രമേ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ ഈ ഓഹരി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഡേറ്റുകൾ ഒന്ന് പരിശോധിക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് ജനുവരി 9 2023. റീഫണ്ട് കിട്ടുന്നത് ജനുവരി 10. ഇത് ഡിമാറ്റിലേക്ക് വരുന്നത് 11 ജനുവരിയിൽ. ലിസ്റ്റിംഗ് വരുന്നത് ജനുവരി 12. ഇനി ഇത് അപ്ലൈ ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല സെക്ടറിൽ വരുന്ന ഒരു കമ്പനിയാണെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നല്ലൊരു സെക്ടറാണ്. കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിലും തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ മൂവ്മെൻ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് ഫ്യൂച്ചറിലും ഇതിന് നല്ല ഒരു ഭാവി ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നും മിഡ് ടൈം ലോങ് ടൈമിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ലത് തന്നെയാണ്. ഇതുവരെ നിങ്ങൾ കണ്ടതും കേട്ടതും സാ പോളിമേഴ്സിൻ്റെ IPO ഡീറ്റെയിൽസ് ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതിനെ എല്ലാ രീതിയിലും നിങ്ങൾ ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്യണം. കമൻറ്റുകൾ ഇടാനും മടിക്കരുത്. ഇനി മറ്റൊരു IPO ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.